താങ്കൾ ഈ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലുള്ള പരാമർശമാണ് നടത്തുന്നത്. അതുവഴി പാർട്ടിയെയും ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ്, മുന്നണിയെയും ദോഷകരമായി ബാധിക്കും താങ്കളുടെ ഈ പരാമർശം. കാരണം ഈ ഡീൽ എന്നുള്ള കാര്യം, ബി ജെ പിയുമായി ഡീൽ എന്നുള്ള കാര്യം CPM-ന്റെ ആരോപണമാണ്, LDF-ന്റെ ആരോപണമാണ്. അതിന് ബലം നൽകുകയാണ് KPCC-യുടെ ജനറൽ സെക്രട്ടറിയായ താങ്കൾ. ഒരു കാര്യം ഞാൻ പറയാം, ഈ കാര്യത്തിൽ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. ഇത് അദ്ദേഹത്തെ നിയമിക്കുന്നതിൽ CPM-ന് ഉള്ളുകൊണ്ട് വലിയ സന്തോഷമാണ്. ആ കാര്യം നാളുകളിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. BJP അത്യധികം കഴിഞ്ഞ ചർച്ചകളിലെല്ലാം BJP-ക്കാർ പങ്കെടുത്ത എല്ലാ ചർച്ചകളിലും വളരെ ആവേശത്തോടുകൂടി അദ്ദേഹത്തെ നിയമിക്കണമെന്ന് BJP-യുടെ പ്രതിനിധികൾ ആവശ്യപ്പെട്ടത് ഇന്നലെയും മിനിഞ്ഞാന്നും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ട് കാര്യങ്ങളും BJP-യും CPM-ഉം ആഗ്രഹിക്കുന്നു. CPM ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നു, BJP പരസ്യമായി ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തിയെ നിയമിക്കേണ്ടിയിരുന്നോ എന്ന് ചിന്തിക്കേണ്ടത് നിയമനം നടത്തിയവരാണ്, ഞാനല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ആ പങ്കില്ലെങ്കിലും പാർട്ടിയുടെ എടുത്ത തീരുമാനങ്ങൾ ഞാൻ അംഗീകരിക്കുന്നതുകൊണ്ട് ഇത് വരാനിരിക്കുന്ന നാളുകളിൽ ഇതിൻ്റെ ദോഷവശങ്ങൾ പാർട്ടി അനുഭവിക്കുമെങ്കിൽ അത് വലിയ കഷ്ടമാണ്. അതല്ല പാർട്ടി അത് അനുഭവിക്കാതെ മുന്നോട്ട് പോകുമെങ്കിൽ അത് ഏറെ സന്തോഷകരവുമാണ്. അത് കാലം തെളിയിക്കേണ്ട കാര്യമാണ്. ഞാൻ ഇതിലെ വ്യക്തിപരമായി ഇത് എടുത്തിട്ടേ ഇല്ല. പക്ഷേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ മന്ത്രിസഭയിലുള്ളവരിൽ മുഖ്യമന്ത്രിയും ലീഗിന്റെ ഇപ്പോൾ KM ഷാജി ഇതിന് അനുകൂലമാണല്ലോ, പരസ്യമായിട്ട് അദ്ദേഹം നിലപാട് പറഞ്ഞു. മുഖ്യമന്ത്രിയും പിന്നെ ലീഗിന്റെ മന്ത്രിമാരും ഇവർക്ക് മാത്രം താല്പര്യമുള്ള ഒന്നായിരുന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കോൺഗ്രസിലെ മറ്റൊരു മന്ത്രിമാർക്കും ഇത് താല്പര്യമുണ്ടായിരുന്നില്ല എന്ന്? എനിക്കതേക്കുറിച്ചൊന്നും പറയില്ല. ഞാൻ മന്ത്രിസഭയിൽ പങ്കെടുക്കുന്ന ആളല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തിപരമായി എനിക്ക് ബോധ്യപ്പെട്ട കാര്യം ഞാൻ എൻ്റെ പാർട്ടിയെ പറഞ്ഞു. പാർട്ടി അക്കാര്യം അന്വേഷിച്ചിട്ടുണ്ടാകാം, പരിശോധിച്ചിട്ടുണ്ടാകാം. അങ്ങനെ എടുത്ത തീരുമാനമാണെങ്കിൽ എനിക്ക് മറ്റൊന്നും പറയാനില്ല. ബാക്കി കാര്യങ്ങൾ എൻ്റെ പാർട്ടി വേദികളെ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ എൻ്റെ ബോധ്യം, ഞാൻ ഇപ്പോഴും പറയുന്നു, എൻ്റെ ബോധ്യം തെറ്റായിരുന്നു. എന്നെ ആരും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ബോധ്യപ്പെടുത്തുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയും എനിക്ക് ബോധ്യപ്പെട്ടു. അത് പറയുന്നതിന് എനിക്കൊരു മടിയുമില്ല. ഞാൻ വീണ്ടും പറയും മാഞ്ചുഷേ, ഇതെൻ്റെ പരാജയമല്ല. ഇത് ഞാൻ വിശ്വസിക്കുന്ന രീതിയിലാണ് സംഭവിച്ചതെങ്കിൽ പാർട്ടിക്ക് 30 കൊല്ലത്തേക്ക് പാർട്ടിക്ക് ഇത് അനുഭവിക്കേണ്ടി വരും. അതല്ല, ഞാൻ തെറ്റാണെങ്കിൽ ആ തെറ്റ് ഞാൻ ഏറ്റുപറയാൻ തയ്യാറാണ്. പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ, കേരളത്തിലെ മുഖ്യമന്ത്രി പാർട്ടിക്ക് വേണ്ടിയാണല്ലോ ഭരിക്കുന്നത്, മന്ത്രിമാർ പാർട്ടിക്ക് വേണ്ടിയാണല്ലോ ഭരിക്കുന്നത്, KPCC പ്രസിഡന്റ് പാർട്ടിക്ക് വേണ്ടിയാണല്ലോ നിൽക്കുന്നത്, UDF നേതാക്കന്മാർ UDF-ന് വേണ്ടിയാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അവരെല്ലാം ആലോചിച്ചെടുത്ത തീരുമാനങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞത്. ഇല്ലെങ്കിലും ഞാൻ അംഗീകരിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. ഞാനത് ഇന്നും ഇന്നലെയും ഒക്കെ KPCC പ്രസിഡന്റിനോട് പറഞ്ഞതാണ്. ഞാൻ എത്രയോ തവണ അദ്ദേഹത്തെയും അതുപോലെ ബന്ധപ്പെട്ട നേതാക്കന്മാരെയും ഒക്കെ പറഞ്ഞതാണ്. ഞാൻ കണ്ട എല്ലാ മന്ത്രിമാരും, ഞാൻ കണ്ട എല്ലാ നേതാക്കന്മാരും അവരന്വേഷിച്ച റിപ്പോർട്ട് അത് 100% ഞാൻ AICC-ക്ക് കത്തയച്ചേ ഉള്ളൂ. മറ്റു കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ, അവരിടപെട്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും ഇക്കാര്യത്തെക്കുറിച്ച് ഞാൻ വിശദമായി, ഞാൻ ഒരൊറ്റ കാര്യം കൂടി അങ്ങ് അനുവദിക്കുമെങ്കിൽ ഞാൻ ഒരു കാര്യം എനിക്ക് വായിക്കാനുണ്ട്. അത് ദയവ് ചെയ്ത് അങ്ങ് ഒരു 2 വാചകങ്ങളേ ഉള്ളൂ, അത് വായിക്കാൻ എനിക്ക് അനുവാദം തരണം. അത് എനിക്ക് താങ്കൾ ഉദ്ദേശിച്ച, ഇപ്പോൾ ഞാൻ മാത്രമാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതെന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തോട് കൂടെ പ്രവർത്തിച്ച ഒരു S. സുദീപ്, അദ്ദേഹം സബ് ജഡ്ജായി വർക്ക് ചെയ്തിരുന്ന ആളാണ്, അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചതാണ്. അദ്ദേഹം ഇന്ന് രാവിലെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ്, അദ്ദേഹത്തിൻ്റെ പേജിൽ അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പേജാണ്, അത് ഇദ്ദേഹത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അടക്കം വെച്ചുകൊണ്ടാണ് അദ്ദേഹം വെച്ചിട്ടുള്ളത്. അതിൽ പറഞ്ഞിരിക്കുന്നത്, ആൻറ്റി വെനം കണ്ടുപിടിക്കാത്ത കൊടിയ വിഷമുള്ള സംഘപരിവാറുകാരനാണ് അയാൾ. എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. അയാൾ മാത്രമല്ല, അയാളുടെ സർവീസിലെ പലരും അങ്ങനെ തന്നെയാണ്. അവരുടെ അതിശക്തമായ ഒരു ഉപജാപക മാഫിയ സംഘം തന്നെയുണ്ട് സർവീസിൽ. ടിആർമാരുടെ സംഘടനയെ ഏറെക്കാലമായി നിയന്ത്രിക്കുന്നതും അതേ സംഘം തന്നെയാണ്. വലത് സർക്കാർ വന്നപ്പോൾ മാത്രമല്ല അധികാരത്തിൻ്റെ ഇടനാഴികളിൽ അവർക്ക് പ്രാപ്യമായത്. മുൻ സർക്കാരിൻ്റെ കാലത്ത് ഉന്നത പദവിയിലെത്തി ഇന്നും അതേ പദവിയിൽ വിരാജിക്കുന്ന മറ്റൊരു നാഥനും കൊടിയ സംഘപരിവാറുകാരൻ തന്നെയാണ്. അയാളുടെ വലങ്കയാണ് പുതിയ പദവിയിലെത്തുന്ന ഉന്നതനും. ഇരുവരും മുൻപറഞ്ഞ മാഫിയയുടെ കുന്തമുനകളാണ്. മുൻ സർക്കാരിൻ്റെ കാലത്തെ ആ നിയമനത്തെ വിമർശിച്ചവർക്കെല്ലാം തീവ്രവാദ പട്ടം കിട്ടിയത് മാത്രം മിച്ചം. ഇപ്പോഴും മറിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. സംരക്ഷിക്കാൻ നാഥനുള്ള കളരികളിൽ പയറ്റുന്നവർക്ക് ഭയക്കേണ്ടതില്ല. സംഘ ലേബൽ പരസ്യമായതിനാൽ അയാൾ അത്യധികം ആഹ്ലാദിക്കുന്നുണ്ടാവും. 5 വർഷത്തിന് ശേഷവും അടുത്ത ഉന്നത പദവി ഉറപ്പിക്കാനായതിൻ്റെ ആഹ്ലാദം. അത് കേന്ദ്രത്തിലാവാം, കേരളത്തിലുമാവാം. അയാൾക്ക് പിന്നാലെ ഇനിയും എത്രയോ പേർ സംഘപരിവാർ വിഷങ്ങൾ എത്രയെത്ര ഉന്നത പദവിയിലേക്ക് എത്താനിരിക്കുന്നു. ഇത് എൻ്റെ
സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഇന്ന് സോഷ്യൽ മീഡിയകളിൽ പരസ്യമായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റാണ്. അതിന് താഴെ ഒട്ടനവധി സുഹൃത്തുക്കൾ, അവർ നമ്മുടെ ജുഡീഷ്യൽ പദവിയിലിരിക്കുന്നവരും അഭിഭാഷകരുമായുള്ള ഒട്ടനവധി സുഹൃത്തുക്കൾ ഇട്ടിരിക്കുന്നു. ഇത് ഒന്നും മാത്രമല്ല, ഒട്ടനവധി ആളുകൾ അദ്ദേഹത്തെ അറിയുന്നവരും അദ്ദേഹത്തുമായി പ്രവർത്തിച്ചവരും കൂടെ ജോലി ചെയ്തവരുടെയും കാര്യങ്ങളാണ്. ഇതൊന്നും കാണേണ്ടവർ കണ്ടില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ പാർട്ടിക്ക് വേണ്ടിയാണ് സംസാരിച്ചത്, വ്യക്തിപരമായിട്ടല്ല. പാർട്ടി അത് ബോധ്യപ്പെടുത്തിയെങ്കിൽ എനിക്കത് മറ്റൊന്നും പറയാനില്ല. ബാക്കി പാർട്ടി വേദികളിൽ ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് ഒരു കാര്യം കൂടി, താങ്കൾ കെ.സി. വേണുഗോപാലുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്നയാളാണ്. കെ.സി. വേണുഗോപാലിന്റെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തിയിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഇതേക്കുറിച്ചുള്ള മറുപടി താങ്കൾക്ക് കിട്ടിയിരുന്നു? രമേശ് ചെന്നിത്തലയെ താങ്കൾ നേരിട്ട് കണ്ടിരുന്നുവല്ലോ. ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് കോപ്പി അയക്കുകയോ അദ്ദേഹത്തെ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല. കാരണം ഇക്കാര്യം നിങ്ങൾ ഒരു കാര്യം പറയാം, പല മാധ്യമങ്ങളിലും അല്ലെങ്കിൽ ചില ഇന്നത്തെ സമൂഹ മാധ്യമങ്ങളിൽ ഞാനൊരു പക്ഷക്കാരനാണ്, ആ പക്ഷക്കാരനായതുകൊണ്ട് ഞാനൊരു മുഖ്യമന്ത്രിക്കെതിരായി ഞാൻ എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളിലും മുഖ്യമന്ത്രിയുള്ള വിശ്വാസം അചഞ്ചലമായി പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ്. ഞാൻ ഇന്ന് ഈ സമയം വരെ ഞാൻ വിചാരിച്ചത് തെറ്റുകൾ കണ്ടാൽ അദ്ദേഹം തിരുത്താൻ അദ്ദേഹം പരിശോധിക്കുകയും അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ തിരുത്താൻ അദ്ദേഹത്തിന് മടിയില്ല എന്നുമാണ് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കേട്ടതും ഞാനത് വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ തീരുമാനം ഒരുപക്ഷെ ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് കൊണ്ടായിരിക്കാം. അതല്ല എങ്കിൽ അത് ഞാൻ ബോധ്യപ്പെടേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഇക്കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തിപരമായി മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ല. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാനൊരു കാര്യങ്ങളോട് ചോദിക്കട്ടെ, ഇത് ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ പേരിലാണെങ്കിൽ ഇങ്ങനെയാണോ? ഞാൻ ഒറ്റയ്ക്കല്ല, നിങ്ങൾ കേട്ടല്ലോ, മുന്നിലും പിന്നിലും ഞാൻ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഒരാൾ എൻ്റെ പോസ്റ്റിന് താഴെ ഒരു ലൈക്ക് അടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ആരെങ്കിലും ഒരാൾ എനിക്ക് വേണ്ടി സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലാത്ത അങ്ങനെ ഒരു വിഭാഗത്തിൻ്റെ പേരിലാണെങ്കിൽ ഇങ്ങനെയല്ലല്ലോ ഉണ്ടാവുക. അപ്പോൾ ഇത് വ്യക്തിപരമായി കോഴിക്കോട്ടുകാരനായ ഒരു വ്യക്തിയെ, അദ്ദേഹം ചെറുപ്പകാലത്തിൽ CPM-മാരായിരുന്ന അല്ലെങ്കിൽ CPM-മാർക്ക് ഏറ്റവും അഭിമതനായിരുന്ന ഒരു വ്യക്തി ഇന്ന് BJP-യുടെ നോമിനിയായി കടന്നു വന്നു എന്ന് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഇതുപോലെയുള്ള താങ്കൾ മാത്രമാണ് താങ്കളുടെ ഒറ്റയാൾ ശബ്ദമാണെന്ന് കരുതാൻ ബുദ്ധിമുട്ടാണ് ശ്രീ PM നിയാസ്. സത്യം ഒരാൾ പറഞ്ഞാലും 100 ആൾ പറഞ്ഞാലും സത്യം തന്നെയാണ്. കളവ് 100 ആൾ പറഞ്ഞാലും അത് ഒരാൾ പറഞ്ഞാലും കളവ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ 100 ആൾക്ക് വേണ്ടിയാണ് താങ്കൾ സംസാരിക്കുന്നത്. പാർട്ടിയിലെ 100 ആളുകൾക്ക് വേണ്ടിയാണ് താങ്കൾ സംസാരിക്കുന്നത് അല്ലേ? വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പറയട്ടെ, ഞാൻ സംസാരിച്ചവരിൽ 1-2 പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും താങ്കൾ പറഞ്ഞത് നല്ലൊരു കാര്യമാണെന്ന്. ഞാൻ പാർട്ടിക്ക് വേണ്ടി 30 കൊല്ലം കഴിഞ്ഞാലും പാർട്ടിക്ക് ഇതുപോലെ പ്രതാപത്തോടു കൂടി നിൽക്കാൻ കഴിയണം. പാർട്ടിയെ എതിർക്കുന്ന സംഘപരിവാറുകാർക്കും പാർട്ടി എതിർക്കുന്ന കൊങ്ങികൾക്കുമെതിരായി CPM-നും LDF-നും എതിരായി അതിശക്തമായി പാർട്ടി നിലനിൽക്കണം എന്ന് എന്നെപ്പോലെ ലക്ഷക്കണക്കിന് പാർട്ടിക്കാർ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹിക്കുന്നവരോടൊപ്പമാണ് ഞാൻ. അത് ഏതവസരവും നിൽക്കും. എനിക്കതുകൊണ്ട് നേട്ടമുണ്ടാകുമെന്നോ എനിക്കതുകൊണ്ട് കോട്ടമുണ്ടാകുമെന്നോ നോക്കുന്നില്ല. ഞാനൊരു സ്ഥാനത്തിരിക്കുമ്പോൾ എൻ്റെ പാർട്ടി അല്ലെങ്കിൽ എൻ്റെ ആ നിലപാട് കറക്റ്റായി ചെയ്യണമെന്ന് ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് സീറ്റ് വേണ്ട എന്ന് പരസ്യമായി പാർട്ടിയോട് പറഞ്ഞ കളാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പോലും എനിക്കൊരു അസംബ്ലിക്കോ പാർലമെൻറ്റിലോ സീറ്റ് വേണ്ട എന്ന് പറഞ്ഞിരുന്ന ആളാണ്. ഒരു കോർപ്പറേഷനോ ഒരു ഒരു ബോർഡോ അതിന് ചെയർമാൻഷിപ്പോ വേണ്ട എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് സംഘടനാ തലത്തിൽ പ്രവർത്തിക്കാനാണ് ഇഷ്ടം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്നെ പാർട്ടി ഏൽപ്പിച്ചത് സംഘടനയുടെ വാർ റൂമാണ്. ആ വാർ റൂമിന് രാവും പകലും 4-5 മാസക്കാലം ഈ തിരുവനന്തപുരത്ത് നിന്ന് എല്ലാം മാറ്റിവെച്ച് ഇവിടെ രാവും പകലും പാർട്ടിക്ക് വേണ്ടി സാഗൂതം പ്രവർത്തിച്ചു എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. അങ്ങനെയുള്ളൊരു വ്യക്തി എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കൊരു പ്രയാസമുണ്ടാകുമെന്ന് എൻ്റെ തോന്നലാണ്. ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, ആ തോന്നൽ ശരിയാവാം തെറ്റാവാം. തെറ്റാണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയാൽ ഞാനത് നിങ്ങൾക്ക് മുമ്പിൽ പുറപ്പുറത്ത് നിന്ന് വിളിച്ചു പറയും. ഇപ്പോഴും എനിക്കറിയാം ഈ തീരുമാനങ്ങൾ ശരിയാണോ എന്ന് സംശയം എനിക്കിപ്പോഴും ഉണ്ട്. സംഘപരിവാർ ബന്ധമുള്ളയാളെ സംസ്ഥാന